നമസ്കാരം. ദക്ഷിണയിലേക്ക് സ്വാഗതം. ചിലപ്പോൾ നാം ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറിപ്പോകും. ഇനി മുന്നിൽ ഒരു വഴിയുമില്ല, എല്ലാ വഴിയും അടഞ്ഞു എന്നൊക്കെ തോന്നിപ്പോകും. ജീവിതം കൈവിട്ടു പോവുകയാണ് എന്ന് തോന്നും. എല്ലാ വഴിയും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ആ നിസ്സഹായാവസ്ഥയിൽ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും ഞാനെന്ന ഭാവവുമൊക്കെ ഇല്ലാതാകുന്നു. അഹങ്കാരങ്ങളും അഹംഭാവങ്ങളുമൊക്കെ അകന്ന് മനസ്സ് ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ പാകമാകുന്നു. ആ രീതിയിൽ മനസ്സും ജീവിതവും പരുവപ്പെടുമ്പോഴാണ് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക. നിസ്സഹായാവസ്ഥയിൽ ഒരു വഴിയും മുന്നിലില്ല എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് ഏറ്റവും തീവ്രമായി, ഏറ്റവും മനമുരുകി നാം അമ്മേ ദേവി എന്ന് വിളിച്ചു പോവുക. ആ ആകുലതയിൽ, നിസ്സഹായതയിൽ എല്ലാ വഴികളും അടഞ്ഞുപോയി എന്ന് തോന്നുമ്പോൾ ദേവി ഒരു വഴി മെല്ലെ മുന്നിൽ തുറന്നു തരും. ഉറപ്പ്, അതാണ് അനുഭവം. അത്രമേൽ ആർദ്രചിത്തയാണല്ലോ ദേവി, സദാർദ്രചിത്ത. ദുർഗേ സ്മൃതാഹരസി ഭീതിമശേഷജന്തോ സ്വസ്ഥൈ സ്മൃതാമതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യദുഃഖഭയഹാരിണി കാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത എന്ന് ദേവി മഹാത്മ്യം പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെയും പിന്നെയും ആ ദേവി മഹാത്മ്യ ശ്ലോകം ചൊല്ലാൻ തോന്നിപ്പോകുന്നു. ദുർഗേ സ്മൃതാഹരസി ഭീതിമശേഷജന്തോ സ്വസ്ഥൈ സ്മൃതാമതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യദുഃഖഭയഹാരിണി കാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത. ഇതേപോലെയുള്ള ചില പ്രാർത്ഥനകൾ മനസ്സിനെ മാത്രമല്ല ആത്മാവിനെ വരെ സ്പർശിക്കും. ആത്മാവോളം ഇറങ്ങിച്ചെന്ന് ആ പ്രാർത്ഥനകൾ അഭയവും ആശ്വാസവും നൽകും. വലിയ വലിയ കർമ്മങ്ങളും ഉപാസനാ പദ്ധതികളും ഒന്നുമില്ലാതെ തന്നെ ചില പ്രാർത്ഥനകൾ മനസ്സിൽ വിടാതെ ചേർന്ന് നിൽക്കും. ആകുലതകളുടെയും തിരക്കുകളുടെയും സമയത്ത് വലിയ വലിയ പ്രാർത്ഥനകൾ ചെയ്യാൻ പോലും പലപ്പോഴും കഴിയണമെന്നില്ല. അതിനൊന്നും കഴിയാത്ത വിധത്തിൽ മനസ്സ് ആകുലമായിരിക്കും, അസ്വസ്ഥമായിരിക്കും. പ്രാർത്ഥനകളും ചിട്ടകളുമൊക്കെ മുടങ്ങും. വിഷമിക്കേണ്ട. മനസ്സിൻ്റെ ഒരു കോണിലെങ്കിലും ദേവീ ചിന്തയുണ്ടെങ്കിൽ വിഷമിക്കുകയേ വേണ്ട. ദേവി കൂടെയുണ്ടാവും. വിഷമഘട്ടങ്ങളിൽ മാത്രമല്ല, എപ്പോഴും ജപിക്കാവുന്ന അത്യന്തം ഹൃദയസ്പർശിയായ അത്യധികം ചൈതന്യവിശേഷങ്ങളുള്ള ചില പ്രാർത്ഥനകളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സങ്കടങ്ങളിലും ആകുലതകളിലും തളർന്നിരിക്കുമ്പോൾ നെറുകയിൽ വാത്സല്യപൂർവ്വം അമ്മ തലോടും പോലെയുള്ള ചില പ്രാർത്ഥനകൾ. അത്തരത്തിലുള്ള ഹൃദയസ്പർശിയായ ഒരു ശ്ലോകമാകട്ടെ അടുത്തത്. ചിലപ്പോൾ നാം വല്ലാതെ തനിച്ചായി പോകുന്ന നിമിഷങ്ങൾ, സമയങ്ങൾ വന്നുകൂടാം. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥ, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥ, ചിലപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ആരുമില്ലാത്ത അവസ്ഥ. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടാം. മനസ്സിലാക്കുമെന്ന് കരുതിയവർ മനസ്സിലാക്കാതെ, തിരിച്ചറിയുമെന്ന് കരുതിയവർ തിരിച്ചറിയാതെ, സഹായിക്കുമെന്ന് കരുതിയവർ സഹായിക്കാതെ, അങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകാം. അങ്ങനെ നിസ്സഹായാവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ ജഗദംബികയായ ദേവി, അമ്മ, ആ അമ്മ മാത്രമേ തനിക്കുള്ളല്ലോ എന്ന് തോന്നിപ്പോകും, എന്ന് തിരിച്ചറിയും. അമ്മയ്ക്ക് മക്കളെ കൈവിടാൻ കഴിയുമോ? ഇല്ല. മാതാവായും പിതാവായും ഗുരുവായും ബന്ധുവായും ശക്തിയായും അങ്ങനെ എല്ലാമായും അമ്മ ജഗദംബിക മാത്രമേയുള്ളൂ എന്ന് തോന്നുന്ന, തിരിച്ചറിയുന്ന ആ നിമിഷം അനുഗ്രഹത്തിൻ്റേതായിരിക്കും. ദേവിയുടെ അപാരമായ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ. അപ്പോൾ ചൊല്ലിപ്പോകുന്ന വരികളുണ്ട്, സാക്ഷാൽ ശങ്കരാചാര്യസ്വാമികളുടേത്. ഗുരുസ്ത്വം ശിവസ്ത്വം ച ശക്തിസ്ത്വമേവ ത്വമേവാസി മാതാപിതാ ച ത്വമേവ ത്വമേവാസി വിദ്യാ ത്വമേവാസി ബന്ധു ഗതിർമേ മതിർദേവി സർവം ത്വമേവ. ഒന്നുകൂടി കേൾക്കാം. ഗുരുസ്ത്വം ശിവസ്ത്വം ച ശക്തിസ്ത്വമേവ ത്വമേവാസി മാതാപിതാ ച ത്വമേവ ത്വമേവാസി വിദ്യാ ത്വമേവാസി ബന്ധു
ഗതിർമേ മതിർദേവി സർവം ത്വമേവ. തൻ്റെ ഗുരുവും ശിവനും ശക്തിയും മാതാവും പിതാവും വിദ്യയും ബന്ധുവും ഗതിയും ബുദ്ധിയും അങ്ങനെ എല്ലാമെല്ലാം ദേവി അവിടുന്നാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. സമാനമായ അർത്ഥത്തിൽ മറ്റൊരു മനോഹരമായ ശ്ലോകവും ഓർമ്മ വരുന്നു. മാതാപിതാത്വം ഗുരുസദ്ഗതിശ്രീ ത്വമേവ സഞ്ജീവനഹേതുഭൂതാ അന്യം ന മന്യേ ജഗദേകനാഥേ ത്വമേവ സർവം മമ ദേവി സത്യം. ഒന്നുകൂടി കേൾക്കാം. മാതാപിതാത്വം ഗുരുസദ്ഗതിശ്രീ ത്വമേവ സഞ്ജീവനഹേതുഭൂതാ അന്യം ന മന്യേ ജഗദേകനാഥേ ത്വമേവ സർവം മമ ദേവി സത്യം. എൻ്റെ മാതാവും പിതാവും ഗുരുവും സദ്ഗതിയും ഐശ്വര്യവും നിന്തിരുവടിയാണ്. അവിടുന്ന് മാത്രമാണ് ജീവനത്തിന് കാരണമായുള്ളത്. ജഗത്തിന് ഏകനാഥയായി മറ്റൊരു ദേവതയെ ഞാൻ അറിയുന്നില്ല. സർവവും ദേവി മാത്രമാണ്. സത്യം. ഇതാണ് ശ്ലോകാർത്ഥം. ഇവിടെയും സർവവും ദേവിയാണെന്ന സത്യത്തെ, എല്ലാം ദേവി മാത്രമാണെന്ന സത്യത്തെ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് കൈവരുന്നതോടെ ആരുമില്ല എന്ന തോന്നൽ അകന്നേ പോകുന്നു. സ്വാസ്ഥ്യവും സുരക്ഷയും അഭയവും ആവോളം മനസ്സിലും ജീവിതത്തിലും നിറയുന്നു. ഇനിയും അടുത്ത പ്രാർത്ഥനയിലേക്ക് പോകാം. മറ്റാരും ശരണമില്ലെന്നും അഭയമില്ലെന്നും തിരിച്ചറിയുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടാകാം. ശരണവും സുരക്ഷയും നൽകേണ്ട ശക്തികളും വ്യക്തികളും ഒക്കെ കൈവിടുമ്പോൾ ഒടുവിൽ നാം ദേവിയിൽ തന്നെ എത്തിച്ചേരുന്നു. കാരുണ്യപൂർവം എല്ലാ രക്ഷയും നൽകണമേ എന്ന് മഹേശ്വരിയോട് പ്രാർത്ഥിക്കുന്നു. ആത്യന്തികമായി നിന്തിരുവടി മാത്രമേയുള്ളൂ രക്ഷയെന്ന് തിരിച്ചറിഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുന്നു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ശരണമായി മറ്റാരുമില്ല, നിന്തിരുവടി മാത്രമാണ് എനിക്ക് ശരണം. അതിനാൽ അല്ലയോ മഹേശ്വരി, എന്നെ കാരുണ്യപൂർവ്വം രക്ഷിച്ചാലും. ഇതാണ് ശ്ലോകാർത്ഥം. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടില്ലാത്തവരായി ആരുമുണ്ടാവില്ല. മനുഷ്യരാണ്. ആഗ്രഹങ്ങളും വികാരങ്ങളുമൊക്കെയുള്ള മനുഷ്യർ. ചെയ്തുപോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുകയും ആ തെറ്റുകൾക്ക് ജഗദംബികയോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയുമാണ് യഥാർത്ഥ പരിഹാരം. തെറ്റുകളും പാപകർമ്മങ്ങളും ചെയ്തു പോയല്ലോ, ഞാൻ പാപിയാണ് തുടങ്ങിയ ചിന്തകൾ മനസ്സിൽ മായാതെ നിന്നാൽ, ആ ചിന്തകൾ മനസ്സിൽ വളർന്നു വളർന്നു വന്നാൽ അത് ദൈവാധീനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സമായിരിക്കും. ഞാൻ പാപിയാണ്, ദുഷ്കർമ്മങ്ങൾ ചെയ്തവനാണ് എന്ന ചിന്ത ആദ്യം കളയാൻ ശ്രമിക്കുക. അതിന് ജഗദംബിക തന്നെ ആശ്രയം. മനമുരുകി ആത്മാർത്ഥമായി അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു അംശം മതി മഹാപാപികൾ പോലും അതിൽ നിന്ന് മുക്തരായി ശുദ്ധരാകാൻ. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരീ. ഞാൻ രാവും പകലും അനേകം അപരാധങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നെ അവിടുത്തെ ദാസനായി കരുതി നിന്തിരുവടി അവയെല്ലാം ക്ഷമിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥന. ചെയ്തുപോയ പാപകർമ്മങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നുറപ്പിച്ചുകൊണ്ട് ഓർക്കുക. ചെയ്തുപോയ പാപകർമ്മങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നുറപ്പിച്ചുകൊണ്ട് ഈശ്വരീയമായ പാതയിൽ മുന്നോട്ടു പോകാൻ ദേവി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുക. ദുഷ്കൃതങ്ങൾ മൂലമുള്ള ദുരിതങ്ങൾ അകന്നകന്നു പോകുന്നത് അനുഭവിച്ചറിയാൻ കഴിയും. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ
ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരീ. പകലത്തെ ജോലികളും അനുഭവങ്ങളുമൊക്കെ കഴിഞ്ഞ് രാത്രി പ്രാർത്ഥനാപൂർവം ഒന്ന് തലചായ്ക്കുമ്പോൾ എല്ലാ അനുഭവങ്ങൾക്കും, അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ, നാം ദേവിയോട് നന്ദി പറയുന്നു. മനസ്സിൽ എപ്പോഴും ദേവീമുഖം, ദേവീ സ്വരൂപം തെളിഞ്ഞു വിളങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവിത വ്യവഹാരങ്ങൾക്കിടയിൽ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നുവന്ന ദുഷ്ചിന്തകൾ, വിപരീത ചിന്തകൾ തുടങ്ങിയവയെല്ലാം അകന്നുപോകട്ടെ. അവിടെ ദേവീമുഖം, ദേവീ സ്വരൂപം തെളിഞ്ഞു വിളങ്ങട്ടെ. ഈ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടയ്ക്കുന്നു. തൻ്റെ ശിരസ് എപ്പോഴും ദേവീപാദങ്ങളിൽ നമസ്കരിക്കപ്പെട്ടതായി ഭവിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായൊരു ശ്ലോകമുണ്ട്. ദേവിയുടെ അതിഗംഭീരമായ വേദപാദസ്തവത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ വരികൾ. യത്രൈവ യത്രൈവ മനോമദീയം തത്രൈവ തത്രൈവ തവ സ്വരൂപം യത്രൈവ യത്രൈവ ശിരോമദീയം തത്രൈവ തത്രൈവ പദദ്വയം തേ. എവിടെ എവിടെയാണോ എൻ്റെ മനസ്സ്, അവിടെ അവിടെയെല്ലാം അവിടുത്തെ സ്വരൂപമാണുള്ളത്. എവിടെ എവിടെയാണോ എൻ്റെ ശിരസ്, അവിടെ അവിടെയെല്ലാം അവിടുത്തെ കാലിണകളാണുള്ളത്. യത്രൈവ യത്രൈവ മനോമദീയം തത്രൈവ തത്രൈവ തവ സ്വരൂപം യത്രൈവ യത്രൈവ ശിരോമദീയം തത്രൈവ തത്രൈവ പദദ്വയം തേ. അതെ, തനിച്ചായി പോകുന്നു എന്ന് തോന്നുമ്പോൾ, നിസ്സഹായമായി പോകുമ്പോൾ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ, എവിടെയും ശരണവും അഭയവും ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, ആപത്തുകൾ വരുമ്പോൾ, അപ്പോഴൊക്കെ ജഗദംബിയെ ഓർമ്മിക്കുക, ആ തൃപ്പാദങ്ങളെ സ്മരിക്കുക. ആപതിക്കും കരണീയം എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ: സ്മരണീയം ചരണയുഗളമമ്പായാഹ. ആപത്തുകൾ വരുമ്പോൾ അമ്മയുടെ തൃപ്പാദങ്ങളെ സ്മരിക്കുക. അപ്പോൾ വീണ്ടും ചോദ്യം ഉയർന്നു: തത്സ്മരണം കിം കുരുതേ? ആ സ്മരണം എന്തു ചെയ്യുന്നു? ജഗദംബികയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഉത്തരവും വന്ന ഉടൻ തന്നെ: ബ്രഹ്മാദീനാപി കിങ്കരീ കുരുതേ. ബ്രഹ്മാദികളെപ്പോലും കിങ്കരന്മാരായി മാറ്റുന്നു. ആ സ്മരണം ചെയ്യുന്നവർക്ക്, ദേവീപാദങ്ങളെ സ്മരിക്കുന്നവർക്ക്, ബ്രഹ്മാദികൾ പോലും കിങ്കരന്മാരായി, സേവകന്മാരായി മാറുന്നു എന്ന് സാരം. ദേവീഭക്തർക്ക് സകല ദേവതകളുടെയും അനുഗ്രഹവും സുരക്ഷയും അഭയവും ഉണ്ടാകുന്നു എന്ന് സാരം. അതെ, വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിക്കുക. ഒരിക്കലും മങ്ങി മായാത്തതുപോലെ വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിക്കുക. തീവ്രമായി പ്രാർത്ഥിച്ചാൽ അമ്മയുണ്ടാകും, ജഗദംബികയുണ്ടാകും, എല്ലാ ശരണവും അഭയവും അനുഗ്രഹവും നൽകാൻ. ആ അറിവുണ്ടായാൽ, ആ തിരിച്ചറിവുണ്ടായാൽ ജീവിതം ദേവീപ്രസാദം നിറഞ്ഞതായി മാറും. സങ്കടങ്ങളുടെ സമയത്ത് അമ്മ നെറുകയിൽ തലോടിക്കൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയുന്നത് പോലെ ഈ ദേവീ പ്രാർത്ഥനകൾ ആശ്വാസം നൽകും. ഗുരുസ്ത്വം ശിവസ്ത്വം ച ശക്തിസ്ത്വമേവ ത്വമേവാസി മാതാപിതാ ച ത്വമേവ ത്വമേവാസി വിദ്യാ ത്വമേവാസി ബന്ധു ഗതിർമേ മതിർദേവി സർവം ത്വമേവ. നന്ദി, നമസ്കാരം.